ഹായ് ഫ്രണ്ട്സ്, വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഏഞ്ചൽ ഫിഷിനെ പറ്റിയാണ്. ഏഞ്ചൽ ഫിഷ് എന്ന് കോമണായി അറിയപ്പെടുന്ന ഈ മത്സ്യത്തിൻ്റെ യഥാർത്ഥ ഇംഗ്ലീഷിലുള്ള പേരെന്ന് പറയുന്നത് ടെറോഫിലം എന്നാണ്. മലയാളത്തിൽ ഇതിനെ മാലാക മത്സ്യം എന്ന് തന്നെയാണ് പറയുന്നത്. ഈ മത്സ്യത്തിൻ്റെ ജന്മദേശം എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്കയാണ്. രണ്ട് തരത്തിലുള്ള ഏഞ്ചൽ ഫിഷാണ് മെയിനായിട്ടുള്ളത്. ഒന്ന് ഫ്രഷ് വാട്ടർ ഏഞ്ചൽ ഫിഷും രണ്ടാമത്തേത് സോൾട്ട് വാട്ടർ ഏഞ്ചൽ ഫിഷും. ഈ ഫ്രഷ് വാട്ടർ ഏഞ്ചൽ ഫിഷിനും കൂടുതലായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് സോൾട്ട് വാട്ടർ ഏഞ്ചൽ ഫിഷാണ്. അതുകൊണ്ട് നമ്മൾ ഓൺലൈൻ സൈറ്റുകളിൽ നിന്നൊക്കെ ഏഞ്ചൽ ഫിഷിനെ വാങ്ങിക്കുകയാണെങ്കിൽ അത് ഏത് തരം മീനാണ് എന്ന് നോക്കിയതിന് ശേഷം മാത്രമേ വാങ്ങിക്കാവൂ. കാരണം കൂടുതലും സോൾട്ട് വാട്ടർ ഏഞ്ചൽ ഫിഷാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പം നമ്മുടെ ലോക്കൽ കടകളിലും മറ്റുമായിട്ട് പണ്ട് മുതലേ 1900 തുടക്കം മുതൽ തന്നെ ഏഞ്ചൽ ഫിഷിനെ ഒരു അക്വേറിയം മത്സ്യമായിട്ട് വളർത്തി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ഫ്രഷ് വാട്ടർ ഏഞ്ചലുകളൊക്കെ നമ്മുടെ നാട്ടിലും ഇപ്പോൾ പല വെറൈറ്റിയിലുള്ളതും അവൈലബിൾ ആണ്. ഏഞ്ചൽ ഫിഷിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 6 മുതൽ 10 വർഷം വരെയാണ്. അത് അതിൻ്റെ യഥാർത്ഥ ആവാസ വ്യവസ്ഥയിലാണെങ്കിൽ 15 വർഷം വരെ പോവാറുമുണ്ട്. ഏഞ്ചൽ ഫിഷ് സാധാരണഗതിയിൽ ശാന്ത സ്വഭാവക്കാരാണെങ്കിലും മെയ്റ്റിംഗ് സമയത്ത് ഒന്നിലധികം മെയിൽ ഫിഷുകൾ വന്നു കഴിഞ്ഞാൽ അവ തമ്മിൽ ഫൈറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം ഇവ ഒരു ഗ്രൂപ്പായിട്ട് വളരാൻ ആഗ്രഹിക്കുന്ന മത്സ്യമാണെങ്കിലും ആ ഗ്രൂപ്പിൽ നിന്ന് സ്വന്തം പെയറിനെ കണ്ടെത്തുകയും സ്വന്തം പെയറായി മാത്രം ഒതുങ്ങി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മീനാണ്. അതുകൊണ്ട് ഒന്നിലധികം മെയിൽ ഫിഷുകൾ ഉണ്ടെങ്കിൽ മെയിൽ ഫിഷുകൾ തമ്മിൽ അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇവയുടെ ടാങ്കിലൊക്കെ ഇട്ട് വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, സാധാരണ നമ്മൾ കുടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന അതേ വെള്ളം തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. അല്ലാതെ ക്ലോറിനേറ്റഡ് ആയിട്ടുള്ള വാട്ടറൊന്നും ഇതിനു വേണ്ടി ഉപയോഗിക്കരുത്. pH വാല്യൂ 6.8-നും 7-നും ഇടയിലായിരിക്കണം എപ്പോഴും. അതുപോലെ തന്നെ നമ്മൾ വളർത്തുന്ന ടാങ്കിലോ അല്ലെങ്കിൽ അക്വേറിയത്തിലാണെങ്കിലും ആവശ്യത്തിന് ലൈറ്റ് ഇതിന് വേണം. ലൈറ്റ് ഉള്ള സ്ഥലത്ത് ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു മത്സ്യമാണ്. അതേപോലെ തന്നെ ഹൈഡിങ് പ്ലേസുകളും വേണം. എന്തെങ്കിലും ഒരു ശബ്ദമോ അല്ലെങ്കിൽ ഐറ്റങ്ങൾക്ക് പേടി തോന്നിക്കഴിഞ്ഞാൽ ഒളിക്കാനായിട്ട് പറ്റിയ സ്ഥലവും അവയ്ക്ക് വേണം. അതേപോലെ മുട്ടയിടാനൊക്കെ പറ്റിയ ലൈവ് പ്ലാന്റ്സൊക്കെ ഉള്ള സ്ഥലമാണ് അവ കൂടുതലായിട്ടും ചൂസ് ചെയ്യുന്നത്. ഏഞ്ചൽ ഫിഷുകൾ വളർത്തുമ്പോൾ സാധാരണഗതിയിൽ ആ ടാങ്കിൽ ഏഞ്ചൽ ഫിഷുകളുടെ വെറൈറ്റികൾ മാത്രം ഇടാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ചെറിയ ടാങ്ക് ആണെങ്കിൽ ഒരു 3-4 ഏഞ്ചൽ ഫിഷുകളെ മാത്രമേ ഒരുമിച്ചിടാനും ശ്രദ്ധിക്കാവൂ. പുറത്ത് വലിയ ടാങ്കുകളിൽ ഇടുകയാണെങ്കിൽ ടാങ്കിൻ്റെ വലിപ്പം അനുസരിച്ച് മാത്രം ഇവയിടുക. ഒരിക്കലും കൺജസ്റ്റഡ് ആയിട്ട് വളർത്തരുത്. കാരണം ഒത്തിരി സ്ട്രെസ്സ് പോലുള്ള ഫീലിങ്ങുകളുള്ള മത്സ്യമാണിവ. അതുപോലെ തന്നെ നീന്താനുള്ള കഴിവ് അല്പം കുറവാണ് ഇവയ്ക്ക്. വളരെ ഹാർഡായിട്ട് നീന്തുന്ന ഒരു മത്സ്യമല്ല. അതുകൊണ്ട് തന്നെ ഒഴുക്കുള്ള പോലെയൊക്കെ സെറ്റ് ചെയ്യുന്ന ടാങ്കുകൾ, അതായത് ഫിൽട്രേഷന് വേണ്ടി ഒഴുക്കൊക്കെ സെറ്റ് ചെയ്യുന്ന ടാങ്കുകളിൽ ഇവയെ ഇടാതിരിക്കുക. ചെറിയ എയർ ബബിൾസൊക്കെ പോലത്തെ വെച്ച് കൊടുത്ത് ഇവയെ വളർത്താനായിട്ടും ശ്രമിക്കുക. വെള്ളത്തിൻ്റെ ഒരു പകുതി വരെ വന്ന് സ്വിം ചെയ്യാൻ താല്പര്യപ്പെടുന്ന മത്സ്യങ്ങളാണ് ഏഞ്ചൽ ഫിഷ്. ഒത്തിരി താഴേക്കോ ഒത്തിരി മുകളിലേക്കോ ഇവ സാധാരണഗതിയിൽ നീന്താറില്ല. ഈ മാലാക മത്സ്യങ്ങൾ സാധാരണഗതിയിൽ മുട്ടയിട്ടാണ് കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതിൻ്റെ മുട്ട ഈ അക്വേറിയത്തിലോ അല്ലെങ്കിൽ ടാങ്കിലോ ഉള്ള ചെടികളുടെ ഇലയിലൊക്കെ ഒട്ടിച്ചു വയ്ക്കുകയും 3-4 ദിവസം കൊണ്ട് ഈ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു വരികയും ചെയ്യുന്ന രീതിയാണ്. അതുകൊണ്ട് തന്നെ പരമാവധി ഇവയുടെ ബ്രീഡിംഗ് സമയത്ത് മറ്റു മത്സ്യങ്ങളെ ഇവയുടെ ഒപ്പം ഇടരുത്. കാരണം മറ്റു മത്സ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവ കൂടുതലായിട്ടും ഇതിൻ്റെ മുട്ട തിന്നാനോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ കുഞ്ഞുങ്ങളെ തിന്നാനൊക്കെ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് പരമാവധി ഈ മത്സ്യങ്ങളെ ഒറ്റയ്ക്ക് തന്നെ ഇട്ട് ബ്രീഡ് ചെയ്യിപ്പിക്കുക. ഒറ്റ പ്രസവത്തിൽ തന്നെ 400 മുതൽ 500 വരെ മുട്ടകൾ ഇടാനുള്ള ശേഷിയുള്ള മത്സ്യങ്ങളാണിവ. എന്നാൽ കുഞ്ഞുങ്ങൾ വളരെ ചെറുതായിരിക്കും. അവയെ പരിപാലിച്ച് കൊണ്ടുവരിക എന്ന് പറയുന്നത് അല്പം റിസ്ക് ഉള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് വളരെ കെയർ ചെയ്ത് വളരെ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് കുഞ്ഞുങ്ങളെ മുഴുവനായിട്ടും കിട്ടുകയുള്ളൂ. ഒരു ടാങ്കിൽ ഏഞ്ചൽ ഫിഷ് മാത്രം കിടക്കുന്നതിൻ്റെ ഒരു ബോറടി ഒഴിവാക്കാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇവയുടെ ഒപ്പം മോളീസിനെയോ അല്ലെങ്കിൽ ഗപ്പീസിനെയോ ഒക്കെ ഇടാവുന്നതാണ്. പക്ഷെ പരമാവധി ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഏഞ്ചൽ ഫിഷിനെ തന്നെ ഇട്ട് വളർത്തുക എന്ന് പറയുന്നത് തന്നെയാണ്. ഇവയ്ക്ക് സാധാരണഗതിയിൽ നല്ല രീതിയിലുള്ള രോഗപ്രതിരോധ ശേഷിയുണ്ട്. എന്നിരുന്നാൽ പോലും ഇച്ച് അല്ലെങ്കിൽ ഡ്രോപ്സി അല്ലെങ്കിൽ ഫിൻ റൂട്ട് ഇങ്ങനെയൊക്കെ ഉള്ള ചെറിയ ചെറിയ അസുഖങ്ങൾ ഇവയ്ക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഇത് ഒഴിവാക്കാനായിട്ട് എപ്പോഴും നമ്മൾ വാട്ടർ ചേഞ്ച് തന്നെയാണ് ഏറ്റവും നല്ലത്. അതേപോലെ തന്നെ വെള്ളത്തിലെ അമോണിയയുടെ കണ്ടൻറ്റ് ഇല്ലാതാക്കാനും ഈ വാട്ടർ ചേഞ്ച് സഹായകരമാണ്. അപ്പോൾ വീക്ക്ലി വൺസെങ്കിലും വാട്ടർ ചേഞ്ച് നടത്തണം. അതും 50% ഓഫ് ദ വാട്ടർ, അതായത് വെള്ളത്തിൻ്റെ പകുതിയെങ്കിലും നമ്മൾ ടാങ്കിൽ നിന്ന് റൊട്ടേഷൻ രീതിയിൽ ചേഞ്ച് ചെയ്യുന്ന രീതിയിലാണ് ചെയ്യേണ്ടത്. എല്ലാ വെള്ളവും ഒറ്റയടിക്ക് തന്നെ ചേഞ്ച് ചെയ്യരുത്. അത് ഈറ്റങ്ങൾക്ക് പുതിയ വെള്ളമായിട്ട് ഇണങ്ങി വരുന്നതിനുള്ള കുറച്ച് തടസ്സങ്ങളുണ്ടാക്കും. അതുകൊണ്ട് ആഴ്ചയിൽ 50% എങ്കിലും ഇതിൻ്റെ വെള്ളം കളയണം. അതോടൊപ്പം തന്നെ ഇതിൻ്റെ അടിയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കാട്ടവും നീക്കം ചെയ്യണം.
മറ്റ് അസുഖങ്ങളൊന്നും വരാതിരിക്കാനായിട്ട് ഇടയ്ക്ക് അല്പം ഉപ്പ് കല്ലിടുന്നതും അതേപോലെ ബ്ലൂ ഫംഗി ലിക്വിഡ് ഒഴിക്കുന്നതും നല്ലതായിരിക്കും. അതിൽ പറഞ്ഞിരിക്കുന്ന അളവിൽ മാത്രം ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഉപ്പ് കല്ലിടുന്നവർ വളരെ കുറച്ചിട്ടാൽ മതി, ഒരു 4-5 കല്ല് ഉപ്പ് മാത്രം ഇട്ടാൽ മതി. അതനുസരിച്ച് അത് ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കും ഏഞ്ചൽ ഫിഷിനെ നമ്മുടെ വീടുകളിൽ വളർത്താം. വളരെ മനസ്സിന് സന്തോഷം നൽകുന്ന രീതിയിൽ ഇവയെ വളർത്താൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ടൈം.